പാകിസ്ഥാനി ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി ഭാരതം. 18 പാക് ഹിന്ദുക്കൾക്കാണ് ഗുജറാത്തിൽ പൗരത്വം നൽകിയത്. ജില്ലാ കളക്ടർമാർക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ പൗരത്വം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം? കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഹൈന്ദവ ജനതയെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ വേണ്ടേ ഇതിനെ നോക്കിക്കാണാൻ? വിഷ്ണു, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇപ്പോൾ ഈ 18 പാക് ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിയിരിക്കുന്നത്. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി ഈ 18 അഭയാർത്ഥികൾക്കും ഭാരതത്തിൻ്റെ പൗരത്വം നൽകി അവരെ സ്വീകരിക്കുകയായിരുന്നു. ഇത് ജില്ലാ കളക്ടർമാർക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് 2016-17 വർഷത്തിൽ അഭയാർത്ഥികളായി എത്തിയവർക്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നും എത്തിയ അഭയാർത്ഥികൾക്ക് ഗാന്ധിനഗർ, അതോടൊപ്പം തന്നെ കച്ച്, അഹമ്മദാബാദ് എന്നീ 3 ഗുജറാത്തിലെ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർക്ക് ഇത്തരം അനുമതി നൽകിയിരുന്നു. ഇവരെ പറ്റി കൃത്യമായി പഠിച്ചതിന് ശേഷം അവർക്ക് പൗരത്വം നൽകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് നിലപാടെടുക്കാൻ ജില്ലാ കളക്ടർമാർക്കാണ് അതിനുള്ള അധികാരം നൽകിയത്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 18 പാക് ഹിന്ദു അഭയാർത്ഥികൾക്ക് ഭാരതത്തിൻ്റെ പൗരത്വം നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ ഏതാണ്ട് 1667 പാക് പൗരന്മാർക്ക്, ഹിന്ദു അഭയാർത്ഥികൾക്ക് ഈ രീതിയിൽ പൗരത്വം ഗുജറാത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയ ശേഷം CAA വഴിയുള്ള പൗരത്വമല്ല ഈ 18 പേർക്ക് ലഭിച്ചിരിക്കുന്നത്. മറിച്ച് ഈ 3 ജില്ലാ കളക്ടർമാർക്കുള്ള അധികാരം, അതായത് ഗാന്ധിനഗർ, ഒപ്പം തന്നെ കച്ച് തുടങ്ങിയ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർക്കാണ് ഈ വിശേഷ അധികാരം ഉണ്ടായിരുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 18 ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. പാകിസ്ഥാനി ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി ഭാരതം. 18 പാക് ഹിന്ദുക്കൾക്കാണ് ഗുജറാത്തിൽ പൗരത്വം നൽകിയത്. ജില്ലാ കളക്ടർമാർക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് പൗരത്വം നൽകിയത്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.